എബ്രായർ 13:17 മറ്റൊരാൾ വായിക്കണം. സോ എവരിവൺ വിൽ ഹാവ് an opportunity. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിച്ചിരിക്കുന്നു. ഈ 4 വാക്യങ്ങൾക്കായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Did you understand all these 4 verses that we read? Amen. ഇംഗ്ലീഷിൽ വായിക്കേണ്ടവർ ഇംഗ്ലീഷ് അത് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ വാക്യം വായിക്കുമ്പോൾ ഒരുമിച്ച് വായിക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. സോ ഹല്ലേലൂയ. ഈ 4 വാക്യങ്ങളിലുമുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സബ്മിറ്റ് ഓർ സറണ്ടർ എന്നുള്ളൊരു സബ്ജക്റ്റ് ആണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സബ്മിറ്റ്, കീഴ്പ്പെടുക, പിന്നെ സമർപ്പിക്കുക എന്നുള്ള വാക്കാണ്. കീഴടങ്ങുക, സമർപ്പിക്കുക. ഈ സബ്മിഷൻ ക്യാൻ ബി സറണ്ടർ, സറണ്ടർ ക്യാൻ ബി സബ്മിഷൻ. 2 ഒന്നാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ there are little small difference between submission and surrender. ഈ സബ്മിഷൻ എന്ന വാക്കും കീഴടങ്ങുക എന്ന വാക്കും സമർപ്പിക്കുക എന്ന വാക്കും തമ്മിൽ 2 ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആരാധനയിൽ വെളിപ്പെടേണ്ട 2 കാര്യങ്ങളാണ്. മ്യൂസിക് ഇല്ലെങ്കിലും, ഇൻസ്ട്രുമെന്റ്സ് ഇല്ലെങ്കിലും, തമ്പേറില്ലെങ്കിലും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പാട്ടുകാരില്ലെങ്കിലും, സഭാരാധനയിൽ വ്യക്തി ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആരാധന ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഭാരാധനയിൽ ദൈവത്തെ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ ആരാധിക്കാം. ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സന്തോഷം. സ്ക്രീനിങ് ഇല്ലാതെ ആരാധിക്കാം, കമ്പ്യൂട്ടർ ഇല്ലാതെ ആരാധിക്കാം, മൈക്ക് ഇല്ലാതെ ആരാധിക്കാം. സ്തോത്രം. ഇതൊന്നും ഇല്ലെങ്കിലും ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. പക്ഷേ ഈ 2 കാര്യങ്ങൾ ഇല്ലാതെ ആരാധിച്ചാൽ അത് കുഴപ്പമാ. ഈ 2 കാര്യങ്ങൾ നമുക്കുണ്ടാകണം. ദൈവം നിനക്ക് ഇങ്ങോട്ട് തരുന്നതല്ല, നിനക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതാ. ഇത് 2 കാര്യങ്ങൾ. 1, നീ ദൈവത്തിന് കീഴടങ്ങണം. 2, നീ ദൈവത്തിന് സമർപ്പിക്കണം. ആരാധനയിൽ ഈ 2 കാര്യങ്ങൾ സംഭവിക്കണം. സബ്മിഷൻ ആൻഡ് സറണ്ടർ. ഇന്നത്തെ പുതിയ തലമുറ ഈ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to submit to anyone എന്നാണ് ഒരു കോമൺ ശബ്ദം. They don't want to submit to anyone in this world. ദൈവം, ഞാൻ എന്റെ ദൈവം എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയാണ് ഇന്നുള്ളത്. എന്റെ ഇഷ്ടം, സ്തോത്രം, എന്റെ ജോലി, എന്റെ പണം, എന്റെ പേര്, എന്റെ പ്രശംസ, this is me, ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു തലമുറയുടെ നടുവിൽ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ, ആമേൻ, ഈ ഭൂമിയിൽ വലിയ പണത്തിന്റെ വലിയ വലിമയുണ്ടായിരുന്ന, ഒരുപാട് പൈസ ഉണ്ടായിരുന്ന, ഒരുപാട് ജ്ഞാനമുണ്ടായിരുന്ന, പാരമ്പര്യം പറയാനുണ്ടായിരുന്ന, ഹല്ലേലൂയ, ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്ന, പരീശന്മാരിൽ പരീശനായിരുന്ന, ഇസ്രായേലിനായിരുന്ന, ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, റോമൻ പൗരത്വവും ഇസ്രായേൽ പൗരത്വവും ഒരുപോലെ ഉണ്ടായിരുന്ന, അനേക പണം കൈകാര്യം ചെയ്തിരുന്ന, സ്വന്തമായി ആരെ ആശ്രയിക്കാതെ വേല ചെയ്ത, ഹല്ലേലൂയ, ആമേൻ, വലിയ ജ്ഞാനമുണ്ടായിരുന്ന, വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ എന്റെ ശരീരത്തിൽ ഒരു ശൂലം ദൈവം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് രക്ഷിക്കപ്പെട്ടവൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. I no more liveth in me but Christ lives in me. ഇനി ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. എവിടാ എഴുതി വെച്ചിരിക്കുന്നേ? ഗലാത്യർ 2:ന്റെ ഗലാത്യർ 2:ന്റെ ഗലാത്യർ 2:ന്റെ ഏത് വാക്യമാ? വരെ ഞാൻ തന്നു. ഗലാത്യർ 2:20 എഴുതി വെച്ചിരിക്കുന്നു. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഈ പ്രധാനപ്പെട്ട വാക്യങ്ങളൊക്കെ ഒന്ന് ദൃഷ്ടി വെക്കണം, ഒന്ന് അഡ്രസ് ചെയ്യണം, ലൊക്കേറ്റ് ചെയ്യണം. ലൊക്കേറ്റിംഗ് ദ സ്ക്രിപ്ചർ എന്നതിന് പറയാം. അതൊരു പ്രത്യേക ജ്ഞാനമാണ്, ലൊക്കേറ്റിംഗ് സ്ക്രിപ്ചർ. ഇന്ന വാക്യം ഇവിടെ കിടപ്പുണ്ട്, അത്യാവശ്യത്തിലൊക്കെ എടുത്ത് ഉപയോഗിക്കണമല്ലോ. ഹല്ലേലൂയ. കാരണം പിശാച് ഇറങ്ങുമ്പോൾ എൻ്റെ പുസ്തകം ഞാൻ എടുത്തില്ലെന്ന് പറയാൻ സമയമില്ല, ഉള്ളത് അകത്ത് വെച്ചുകൊണ്ട് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ട് ഒരു ഉപദേശം ഇങ്ങനെ പറഞ്ഞു,
സ്വത്രം. പിശാച് ഇളകി. പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ റെഡിയല്ലെന്ന്. ഇന്ന് റെഡിയല്ല. റെഡി ആകുന്നത് നോക്കി സാത്താൻ ഇറങ്ങാൻ പറ്റുമോ? ഏത് സമയത്തും സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കാനാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ മറ്റു ശിഷ്യന്മാരെക്കാട്ടിലൊക്കെ വലിയ കഴിവും കൃപയും പാണ്ഡിത്യവും ജ്ഞാനവും സമ്പത്തും ഒക്കെ കൈകാര്യം ചെയ്ത് എല്ലാം ചപ്പന്നും ചമർന്നുമെണ്ണി യേശുവിന്റെ കഷ്ടത തെരഞ്ഞെടുത്ത, കർത്താവിൽ നിന്നും മരുഭൂമിയിൽ പോയി പ്രാപിച്ച, ദൈവകൃപയുടെ ആഴങ്ങൾ മനസ്സിലാക്കിയ, വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ കൂടുതൽ ലേഖനങ്ങൾ എഴുതാൻ സഭയുടെ മർമ്മം ഹൃദയത്തിൽ വാങ്ങിയ കർത്താവിന്റെ ദാസൻ പറയുന്നു, ആരെയും അനുസരിക്കാതെ സഭയെ പീഡിപ്പിച്ച് നടന്ന മനുഷ്യൻ ഇങ്ങനെ പറയുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. സ്തോത്രം. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ആരാധനയുടെ മെയിൻ കാരണം, ആരാധനയുടെ മെയിൻ അന്തസത്ത എന്ന് പറയുന്നത് ദൈവവേദലേ യേശുവിന്, ദൈവത്തിന് കീഴ്പ്പെടുന്നതും ദൈവത്തിന് സമർപ്പിക്കുന്നതുമാണ്. എന്താണ് കീഴ്പ്പെടേണ്ടത്, എന്താണ് സമർപ്പിക്കേണ്ടത്? പഴയ നിയമത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ചിന്തിച്ചാൽ, ഇസ്രായേൽ മക്കൾ, പീപ്പിൾ ഓഫ് ഇസ്രായേൽ കെയിം ഔട്ട് ഓഫ് ദ അയൺ കൺട്രി, ഈജിപ്തിൽ നിന്ന് അവർ പുറത്തു വന്നു. അതിനെ രക്ഷ എന്ന് വിളിക്കുന്നു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്താൽ, അവന്റെ യാഗത്തിൽ വിശ്വസിച്ച് നമ്മളൊക്കെ കർത്താവിന്റെ നാമം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാ. അതുകൊണ്ട് കംപ്ലീറ്റ് ആകുന്നില്ല. പഴയ നിയമത്തിൽ ജനം മിസ്രൈമിനെ വിട്ടതുകൊണ്ട് അവർക്ക് കനാൻ ദേശം കിട്ടത്തില്ല. മിസ്രൈം വിട്ടാ മാത്രം പോരാ, കർത്താവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് ജീവിച്ചെങ്കിലേ അവർ കനാൻ ദേശത്തിൽ എൻ്റർ ചെയ്യത്തുള്ളൂ. വേദപുസ്തകം പറയുന്നു, രക്ഷിച്ചെന്നും പറഞ്ഞ് ദൈവം അവരെ ഓർത്ത് കരഞ്ഞ് അവരെ കോംപ്രമൈസ് ചെയ്ത് പുതിയ ഉടുപ്പ് ധരിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയില്ല. പഴയ തലമുറയെല്ലാം മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു. ഇത് പുതിയ തലമുറയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക് ഒരു മുൻകുറി എന്ന് പൗലോസ് പുതിയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നു. കുഞ്ഞേ, സുവിശേഷം സൗജന്യമായി ദൈവം നൽകിയത് ചീപ്പായത് കൊണ്ടല്ല, ഇത് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. Gospel is priceless beyond any millions of currencies. ഇത് ചുമ്മാതെ വായി വരുന്നത് പോലെ പറയാനുള്ളതല്ല വചനം. ഇത് അത്യുന്നതന്റെ വചനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് പറയാൻ നിയോഗം പ്രാപിച്ചവരത് പറയുമ്പോൾ സ്തോത്രം, പ്രാർത്ഥിച്ച് വിശുദ്ധിയിലും വേർപാടിലും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവിക വിളി പ്രാപിച്ച്, തികവ് പ്രാപിച്ച്, വചനം പഠിച്ച്, നിശ്ചയം പ്രാപിച്ച് പറയണമെന്ന വചനം. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കോമാളി വേഷം കെട്ടി എന്തെങ്കിലും വായി വരുന്നൊന്നുമല്ല വചനം. ഏത് സാധാരണക്കാരനെയും ദൈവം ഉപയോഗിക്കും, ഏത് പൊട്ടനെയും ദൈവം ഉപയോഗിക്കും. അവൻ ദൈവത്തിന് തന്നെ തന്നെ കീഴടങ്ങി സമർപ്പിച്ച. ദൈവം നോക്കുന്ന എഞ്ചിനീയറെയോ, ദൈവം നോക്കുന്നത് PhD കാരെയോ ഒന്നുമല്ല. ഒരു PhD കാരൻ വന്ന് നിന്ന്, പാസ്റ്റർ ജോൺ വർഗീസിന് PhD കൊണ്ട് വന്ന് നിൽക്കുമ്പോൾ കർത്താവിന് വലിയ സന്തോഷം, പുള്ളിക്കെല്ലാം അറിയാം. അങ്ങനെ സന്തോഷിക്കുന്നവനല്ല ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നിൽ സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിന് കീഴടങ്ങിയ, ദൈവത്തിന് സമർപ്പിച്ച ജോൺ വർഗീസിലെ ദൈവത്തിന് സന്തോഷമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അലറുന്ന ശബ്ദം ഒന്നും ഉണ്ടാക്കുകയില്ല. സമർപ്പിച്ച ജീവിതം, സ്തോത്രം പറഞ്ഞാൽ അന്ധകാര കോട്ടയുടെ കാപ്പിടും. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ അലർച്ച കൊണ്ടോ, ശബ്ദ ഗംഭീര്യം കൊണ്ടോ, നിന്റെ ഡ്രസ് കോഡ് കൊണ്ടോ, പേഴ്സണാലിറ്റി കൊണ്ടോ ഒന്നും പിശാചോടി പോകത്തില്ല. എന്നാൽ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, കർത്താവിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത ഒരു ദൈവവൈതൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഐശ്വര്യ കോട്ടകൾ ഇളകുക മാത്രമല്ല, അത് ഉദഞ്ഞു വളരുക തന്നെ ചെയ്യും. Glory, 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 glory.
ഗ്ലോറി ഗ്ലോറി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ആമേൻ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ആത്മാവിൽ ഇങ്ങനെ പ്രകാശിപ്പിച്ചത് ഹല്ലേലൂയ. നിനക്കറിയാമോ എന്ന് ദൈവനോട് ചോദിച്ചു. ആമേൻ എന്താ പൗലോസിനെ പറ്റിയേ? മെലിത്ത ദ്വീപിൽ കയറിയതിനു ശേഷം അവനെ ആ ദേശത്തെ ഒരു പാമ്പ് അവന്റെ കയ്യിൽ കയറി ചുറ്റി. വേദപുസ്തകം നന്നായി പഠിക്കുന്നവർക്കറിയാം, മലയാളത്തിൽ ചുറ്റി എന്ന് എഴുതിയിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ ശരിക്കും ആ പരിഭാഷ പഠിക്കുന്നവർക്കറിയാം, പാമ്പ് അവനെ കടിക്കുക തന്നെ ചെയ്തു. രക്തവിഷ അണലി അവനെ കടിച്ചു. നാട്ടുകാര് പറഞ്ഞു, ഇവനെന്തോ ദേവിയുടെ കോപമുണ്ട്. ഇവൻ ഏതാനും നിമിഷങ്ങൾക്കകം വീർത്ത് നൊരയും പൊതയുമൊക്കെ വന്ന് ചത്തു വീഴും. അത് കാണാൻ വേണ്ടി ബാർബേറിയൻസ് നോക്കി നിന്നു. ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. നോ മോർ മെഡിക്കൽ കെയർ, നോ മോർ ഫസ്റ്റ് എയ്ഡ്. ആർക്കും ഫസ്റ്റ് എയ്ഡ് കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല, മെഡിക്കൽ കെയർ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ഡോക്ടേഴ്സിനോ അവിടുത്തെ വിദ്വാൻമാർക്കോ അവിടുത്തെ പൂജിക്കുന്ന പൂജാരിമാർക്കോ ഒന്നും പൗലോസിനെ സഹായിക്കാൻ പറ്റിയില്ല. ആദ്യം നല്ല രീതിയിലാണ് അവരെ റിസീവ് ചെയ്തതെങ്കിലും ഹോസ്പിറ്റാലിറ്റി turned to a different level of reaction. ആദ്യം നല്ല ഹോസ്പിറ്റാലിറ്റി കൊടുത്ത ദേശക്കാര് അവരെ തണുപ്പത്ത് ചൂട് കൊടുത്ത് സ്വീകരിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിഷേകമുള്ളവനെ ശുശ്രൂഷയുള്ളവനെ ആ ദേശത്ത് പതുങ്ങിക്കിടന്ന ഒരു വിഷപ്പാമ്പ് അവന്റെ കയ്യിൽ കയറി ചുറ്റി. സ്തോത്രം. ആ ദേശത്തെ ആതിഥ്യ മര്യാദ ഹോസ്പിറ്റാലിറ്റി സ്വീകരിച്ച് താങ്ക് യു പറയാൻ വന്നവനല്ല അപ്പോസ്തലനായ പൗലോസ്. അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയും അഭിഷേകവുമുണ്ട്. ആ ദേശത്തെ ദുർഭൂത ശക്തികൾക്ക് നേരെ കരം ചൂണ്ടി പ്രാർത്ഥിക്കാൻ ശുശ്രൂഷിക്കാൻ ദൈവം അയച്ചവനാകിയാൽ ആമേൻ ആ ദുർഭൂത ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്ന പാമ്പ് അവന്റെ കയ്യിൽ കയറി മിനിറ്റുകൾക്കകത്ത് അത് കുത്തിയാൽ അത് കടിച്ചാൽ മരിക്കും. അതുകൊണ്ട് നാട്ടുകാരെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് കണ്ടു പരിചയമുണ്ട്, സാധാരണ ആരെയും കടിക്കുകയല്ല, ഇവനെ കടിക്കും. പക്ഷെ അവരറിയാത്തൊരു കാര്യമുണ്ട്. മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ പറ്റാത്തത്, പൂജാരിമാർക്ക് പരിഹരിക്കാൻ പറ്റാത്തത്, വിദ്വാൻമാർക്ക് പരിഹരിക്കാൻ പറ്റാത്തത്, നാട്ടുകാർക്ക് പരിഹരിക്കാൻ പറ്റാത്തത് ഒന്ന് അവന്റെ കയ്യിലുണ്ട്. ദൈവത്തിന് വേണ്ടി കപ്പലിലുള്ള സകല യാത്രക്കാരെയും നിന്റെ കയ്യിൽ തരുന്നുവെന്ന് ദൂതൻ സംസാരിച്ച ആ ദൂതന്റെ ദൈവത്തിന് വേണ്ടി അവൻ പണ്ട് തീരുമാനമെടുത്ത, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പാമ്പ് കടിച്ചത് എന്റെ കയ്യിലല്ല, എന്നിൽ ജീവിക്കുന്നവനെ ആ തൊട്ടിരിക്കുന്നേ. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നുവെന്ന് വേദവചനം കിടക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസ് പേടിച്ചില്ല. അയ്യോ എന്ന് നിലവിളിച്ചെന്ന് വേദപുസ്തകം പറയുന്നില്ല. രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടില്ല. പൗലോസ് അയ്യോ എന്ന് വിളിച്ചില്ല. വേദപുസ്തകം പറയുന്നു, തൊടുന്നനെ പൗലോസ് ആ കടിച്ച പാമ്പിനെ, ചുറ്റിയ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. അങ്ങനെ കുടഞ്ഞു കളയാൻ അവന് ഇടയായതും ആ പാമ്പിന്റെ വിഷം ഏക്കാതിരിക്കുന്നതും വേദപുസ്തകത്തിൽ യേശു ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിഷസർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തദാസന്മാർക്ക് മനഃപൂർവ്വം വിഷം കൊടുക്കുന്ന ജാതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ പണ്ടൊക്കെ അന്യരാജ്യങ്ങളിൽ വിടുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ വിളിച്ചു പറയും, മോനെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഞാനൊക്കെ ആരംഭത്തിൽ എത്ര വർഷമായി ഇപ്പൊ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്, വിളിക്കുന്നവർ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയ, ചിലരൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ അന്നേരം പറയും, ഹല്ലേലൂയ, വിഷങ്ങൾ കൊടുത്ത് കൊന്നിട്ടുണ്ട് കർത്തദാസന്മാർ. അങ്ങനെ രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്, അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ദൈവദാസന്മാർക്ക് വിഷം കൊടുത്ത്, ജ്യൂസിനകത്തും ആഹാരത്തിനകത്തും വിഷം കൊടുത്ത് കൊല്ലുവാൻ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ സമൂഹത്തിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവർ വിഷം തന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഒരു ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, സ്തോത്രം, അവന് നേരെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അവന് നേരെ ദുരാത്മാക്കൾ പോരാടിയിട്ട് കാര്യമില്ല, അവന് നേരെ വിഷം കൊടുത്തിട്ട് കാര്യമില്ല. അവൻ കുടഞ്ഞാൽ ഇളകിപ്പോകാത്ത ഒരു ദുർശക്തിയുമില്ല, അവൻ ശാസിച്ചാൽ ഒഴിയാത്ത ഒരു ദുർഭൂതവുമില്ല, അവൻ ഏറ്റുപറഞ്ഞാൽ അഴിയാത്ത ഒരു കെട്ടുമില്ല.
ശബലഗന ഹദ്ദര ഹൗഷാരിഗന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. God is calling church. I'm repeating some of the ഷിബിയനോട് പറഞ്ഞത് സൺഡേയിൽ ഒന്നുകൂടെ ആവർത്തിക്കേണ്ട ഒരു മെസ്സേജാണ്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. സറണ്ടർ, സബ്മിഷന്റെ ഭാഗം മാത്രം. ദൈവത്തിന് സ്തോത്രം. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ് വിൽഫുൾ ആയിട്ട്, ജനറലായിട്ട് നമ്മളെ തന്നെ യേശുവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യേശുവിനെ സെർവ് ചെയ്യാൻ വിൽഫുള്ളി we are giving ourselves, not by force, not by fear, but by our own decision. നമ്മുടെ സ്വന്തം തീരുമാനത്തിൽ, നമ്മുടെ സ്വന്തം താല്പര്യത്തോടെ സത്യമറിഞ്ഞ യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുന്നത് സബ്മിഷൻ എങ്കിൽ, സറണ്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വ്യത്യസ്ത മീനിങ് എന്ന് പറയുന്നത്, ആമേൻ, ഞാൻ കൊടുക്കുക മാത്രമല്ല, ഇന്ന് തൊട്ട് എന്റെ നിയന്ത്രണം, എന്നെ നിയന്ത്രിക്കുന്നത് യേശുവാണ്. എന്റെ മേലുള്ള എല്ലാ ഡിമോണിക് കൺട്രോളും ലൂസ് ആയിരിക്കുന്നു. അവിടെ ആ സറണ്ടർ. സറണ്ടർ ഒരു യുദ്ധസ്ഥലത്തെന്ന് പറഞ്ഞ സറണ്ടർ എന്ന് പറഞ്ഞാൽ പേടിച്ച് സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഒരു കൺട്രി തന്റെ എനിമി കൺട്രിക്ക് സറണ്ടർ ആകുന്നു, ഒരു രാജാവ് സറണ്ടർ ആകുന്നു. പക്ഷേ വേദപുസ്തക കാഴ്ചപ്പാടിൽ യേശുവോടുള്ള ബന്ധത്തിൽ സബ്മിഷനും സറണ്ടറും രണ്ട് മീനിങ് തരുന്നു. ഒന്ന്, എന്റെ ഇഷ്ടത്തോടെ ഞാൻ യേശുവിനായി എന്നെ കൊടുത്തു. I submitted to his authority. എന്റെ ഇഷ്ടത്തോടെ അവന്റെ അധികാരത്തിന് ഞാൻ എന്നെ തന്നെ കീഴടക്കി കൊടുത്തു. എന്റെ ഇഷ്ടത്തോട് യേശുവിനെ ഞാൻ രക്ഷിതാവായി, ലോർഡായി സ്വീകരിച്ചു. എന്റെ ഇഷ്ടത്തോട് ആരും നിർബന്ധിച്ചിട്ടല്ല, ഇന്നു മുതൽ അവൻ എന്റെ രാജാവ്, എന്നെ ഭരിക്കുന്നവൻ എന്ന് പറഞ്ഞ് ഞാനാണ് ഏറ്റുപറഞ്ഞ് എന്നെ തന്നെ കൊടുത്തത്. നോട്ട് ബിക്കോസ് ഓഫ് ഫിയർ, ഭയത്താലല്ല, നിർബന്ധത്തിലല്ല, എന്റെ സ്വന്തം തീരുമാനം. അതാ സബ്മിഷൻ. സറണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു, അതൊരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം ഒരു കോയിന്റെ അപ്പുറത്തെ വശമാണ്. ഇന്ന് മുതൽ എന്നെ ഭരിക്കുന്നതും ഞാൻ ഭരിക്കപ്പെടുന്നതും, എന്നെ നിയന്ത്രിക്കുന്നതും ഞാൻ നിയന്ത്രിക്കപ്പെടുന്നതും യേശുവിന്റെ ശക്തിയാലും അധികാരത്തിലുമായിരിക്കും. അതാണ് സറണ്ടറിന്റെ മെയിൻ മീനിങ്. എന്നെ നിയന്ത്രിക്കുന്ന എന്റെ കുടുംബം, എന്റെ വ്യക്തി ജീവിതം. ഇനി ഞാനല്ല ക്രിസ്തു, ഇനി ഞാനല്ല ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ജനിച്ചപ്പോൾ ഒരുപക്ഷെ ആൾക്കാർ പറഞ്ഞു കാണും, ജാതകം പറഞ്ഞു കാണും, ഈ ഭൂമിയിലെ ശാസ്ത്രങ്ങൾ പറഞ്ഞു കാണും, ഇവനൊരു കഷ്ടകാലമുണ്ടെന്ന്. പക്ഷേ ആ കഷ്ടകാലമൊക്കെയും മാറിപ്പോകുന്നു. എപ്പോഴാ? ഞാൻ യേശുവിന് എന്നെ തന്നെ കീഴടക്കുമ്പോൾ, ഞാൻ ദൈവത്തിന് കീഴടങ്ങി ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ. സമർപ്പണം മറ്റൊരു വലിയ ആശയമായി ഞാൻ പറയാം. ഇനിയും ഞാനൊരു വ്യക്തമായ ലൈഫ് ടെസ്റ്റിമണി പറഞ്ഞിട്ട് മെസ്സേജിലേക്ക് പ്രവേശിക്കാം. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ വിളിച്ച് ഇരുത്തി, ചില കുഞ്ഞുങ്ങളെ പേര് പറഞ്ഞ് നിങ്ങൾ വരണം, രാവിലെ ഇന്ന സമയത്ത് പ്രാർത്ഥിക്കാനുണ്ട്. പ്രാർത്ഥിച്ചു. അവരോട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന പോലെയൊക്കെ നിയോഗത്തിൽ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അത് കണ്ടിന്യൂ ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ട മാത്രം പോരാ. അപ്പോൾ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെടുന്നത് സാൽവേഷൻ ആണെങ്കിൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറത്തു വന്നത് സാൽവേഷൻ ആണെങ്കിൽ, കനാൻ ദേശം എന്ന വാഗ്ദത്ത ദേശത്തിൽ കയറണമെങ്കിൽ സബ്മിഷനും സറണ്ടറും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സാൽവേഷൻ മാത്രം പോരാ. ദൈവത്തിന് കീഴ്വഴങ്ങി സമർപ്പിച്ചെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗ്ഗം കിട്ടുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടതെന്നും പറഞ്ഞ് രണ്ട് പാട്ടും പാടി ഇരുന്നാലൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ദൈവത്തിന് സമർപ്പിച്ച് കീഴടങ്ങിയവർക്ക് മാത്രമേ സ്വർഗത്തിൽ. അതൊരു ഓൺഗോയിങ് ലൈഫാണ്. സബ്മിറ്റിംഗ് ആൻഡ് സറണ്ടറിംഗ് ടു ക്രൈസ്റ്റ്. അങ്ങനെ സബ്മിഷനിലും സറണ്ടറിലും മുമ്പോട്ട് പോയാൽ പ്രാർത്ഥിക്കാനുള്ള ശക്തി ദൈവം തരും, ആരാധിക്കാനുള്ള ശക്തി തരും, പരിശുദ്ധാത്മാവിനെ ദൈവം തരും, അഭിഷേകം തരും. നിന്നെ ഓരോ ദിവസവും ദൈവം വളർത്തിയെടുക്കും, തളർത്തുകയല്ല വളർത്തിയെടുക്കും. നിന്റെ മേലുള്ള രോഗക്കെട്ടുകൾ അഴിയും. നീ പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും. നിന്റെ നാവിൽ ദൈവം വചനം തരും. അവൻ വീട്ടിൽ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നിന്നെ നോക്കി ആൾക്കാർ അത്ഭുതപ്പെടും. നിന്റെ ദൈവം കരങ്ങൾ ദൈവം ഉപയോഗിക്കും.
നിന്റെ മുമ്പിൽ പിശാച് കെട്ടി ഉയർത്തിയ മതിലുകൾ വീഴും. നിന്റെ മുമ്പിൽ എരിഹോവിന്റെ മതിൽ വീഴും. നിന്റെ മുമ്പിൽ പൈശാചിക ശക്തികൾ മുട്ടുമടക്കും. നിന്റെ കയ്യിൽ കടിക്കാൻ നിൽക്കുന്ന പാമ്പിനെ നീ ശക്തിയാൽ കുഴഞ്ഞു കളയും. നിന്റെ മേലുള്ള ഈവിൾ ഇൻഫ്ലുവൻസുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നിന്നെ തടിഞ്ഞു വീഴും. ഗ്ലോറി 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 ഗ്ലോറി. അതിന്റെ രഹസ്യം ഇതാണ്: സബ്മിറ്റ് ആൻഡ് സറണ്ടർ. ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെ സഭയ്ക്കെതിരെ കൊടുത്തിരിക്കുന്ന 4 റോങ് സറണ്ടർ. ഇന്ന് എല്ലാവരും പറയും സ്തോത്രം, ഒരു ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ ജസ്റ്റ് ഒന്ന് പ്രീതിപ്പെടുത്താൻ നമ്മൾ നോക്കും. പക്ഷെങ്കിൽ സാത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റോങ് സറണ്ടർ, ഫോൾസ് സറണ്ടേഴ്സ് എന്ന് ഞാൻ വിളിക്കുന്നു. നമ്മൾ വായിച്ച 4 വാക്യത്തിൽ 4 തരത്തിലുള്ള വാക്യങ്ങളാണ് കിടക്കുന്നത്. ഒന്ന്, റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, മനസ്സിനെ അല്ല, ശരീരത്തെ, നിങ്ങളുടെ നിങ്ങളുടെ ശരീരം ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ ശരീരം ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ, രൂപാന്തരം നടക്കണമെങ്കിൽ, നിങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. സബ്മിറ്റ്, സറണ്ടർ. രണ്ടാമത് വായിച്ച വേദഭാഗം എന്തായിരുന്നു? പത്രോസിന്റെ ലേഖനം, ജെയിംസ്, യാക്കോബ് 4:7, ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിന്നെ വിട്ടുപോകും. പിശാച് നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, അവൻ ഓടിപ്പോകണമെങ്കിൽ, ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്കിയേ, സാത്താൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓടിപ്പോകേണ്ടത്. Why you need to resist Satan? Because he is only there in your life. അവൻ ഓടിപ്പോകണം. എന്ത് ചെയ്യണം? ഒറ്റ രഹസ്യം, ദൈവത്തിന് കീഴടങ്ങണം. Submit to God. 5-ാം അധ്യായം എഫെസ്യ ലേഖനത്തിൽ വായിച്ചു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. മാരേജ് ലൈഫിലുള്ള കമ്മിറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. അതിന്റെ അർത്ഥം സബ്മിറ്റ് ടു ദ ഹസ്ബൻഡ് അതോറിറ്റി എന്നാണ്. ഹസ്ബൻഡൽ അതോറിറ്റിക്ക് കല്യാണം കഴിച്ചവർ കീഴടങ്ങണം. ഹസ്ബൻഡൽ അതോറിറ്റി എന്ന് പറയും. അത് മാരേജ് ലൈഫിലുള്ള ബന്ധത്തിലാണ്. നമ്മൾ വായിച്ച മറ്റൊരു ഭാഗം എബ്രായർ 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ എന്താ പറയുന്നേ? നിങ്ങളെ നടത്തുന്നവർ, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എൽഡേഴ്സിനെയാണ്, സഭയിലെ മൂപ്പന്മാർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാസ്റ്ററാകാം, പുരോഹിതനാകാം, ബിഷപ്പാകാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. സബ്മിറ്റ് ടു, അവിടെ ഉപയോഗിച്ചിരുന്ന സബ്മിറ്റ് ടു ഗോഡ് ഗിവൺ അതോറിറ്റിക്ക് കീഴ്പ്പെട്ടിരിക്കണം. ദൈവമാക്കി വെച്ച അധികാരങ്ങൾക്ക് നീ കീഴ്പ്പെട്ടിരിക്കണം. എന്തിനാ? നിങ്ങളുടെ എന്തുകൊണ്ടാ? തുടർന്നുള്ള വാക്യം എന്താ പറയുന്നത്? അവരുടെ കണക്ക്. സഹോദരി ഷൈനിയ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന സഭയുടെ കണക്കല്ല. അതല്ല ഞങ്ങൾ ദൈവത്തിന് ബോധിപ്പിക്കേണ്ടത്. അത് ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിന് ബോധിച്ചാൽ മതി. ഈ വർഷം ഇത്ര വരുമാനം ഉണ്ടായിരുന്നു, ഇത് ബോധിപ്പിച്ചാൽ മതി. ഞങ്ങൾ ബോധിപ്പിക്കേണ്ട കണക്ക് ഞങ്ങൾക്ക് ദൈവം ശുശ്രൂഷിക്കാൻ വന്ന ആത്മാക്കളെ കുറിച്ചുള്ള അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പൊ ഞങ്ങൾ അവരോടൊരു കാര്യം പറയുമ്പോൾ അവർ ഞങ്ങളുടെ തലയിൽ കയറുകയാണെങ്കിൽ ഒന്നീ നീ ഞങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ വേറെ ആരുടെയും കൂടെ പോകും. അത്രേ ഉള്ളൂ. കാരണം കണക്ക് ബോധിപ്പിക്കണം. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പം കാര്യം കാണാൻ വേണ്ടിയുള്ള ഒറ്റ സമർപ്പണമല്ല, ഇന്ന് സമർപ്പിക്കണമെന്നല്ല, ഇന്ന് മുതൽ സമർപ്പിക്കണമെന്ന, ഇന്ന് മുതൽ കീഴടങ്ങുന്ന. നോട്ട് ടുഡേ, ഫ്രം ടുഡേ ഓൺവേഴ്സ്. ഇന്ന് മുതൽ നീ ദൈവത്തിന് കീഴടങ്ങിയാൽ, ഇന്ന് കീഴടങ്ങിയാൽ നീ മീറ്റിംഗ് കഴിയുമ്പോൾ, ഉച്ചയൂണ് കഴിയുമ്പോൾ നീ ആരുടെ അടുത്ത് പോകുന്ന പിശാചിനറിയാം, അവൻ നിന്നെ വിട്ടുപോകത്തില്ല.
സ്വോത്രം സ്വോത്രം സ്വോത്രം. നമുക്ക് മനുഷ്യനെ കളിപ്പിക്കാം, മറ്റവരെ ഒന്നും കളിപ്പിക്കാൻ ബുദ്ധിമുട്ട്, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. സാത്താനും അറിയാം നീ എന്താ ചെയ്യാൻ പോകുന്നത്. നിന്നെ വിട്ടുപോകണമെങ്കിൽ യഥാർത്ഥമായി ദൈവത്തിന് കീഴടങ്ങിയ ഒരു ദൈവവൈദ്യനാണെന്ന് പിശാചിനെ ബോധ്യപ്പെടും. അവൻ ഓടിപ്പോകണമെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവൻ നിന്റെ കുടുംബം വിട്ട്, നിന്നെ വിട്ട്, അവന്റെ എല്ലാ കൺട്രോളും വിട്ട് അവൻ ലൂസ് ആകണമെങ്കിൽ, നിന്നെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ നീ ദൈവത്തിന് കീഴടങ്ങണമെന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന എല്ലാ എൻഡൈസ്മെന്റും, എല്ലാ ടെംപ്റ്റേഷൻസും, എല്ലാ പ്രലോഭനങ്ങളും, എല്ലാ ആകർഷണങ്ങളും, എല്ലാ ലൗകികതയും, എല്ലാ ലോകമയങ്ങളും, എല്ലാ ജഡീകത്വവും, എല്ലാ മോഹങ്ങളും, എല്ലാ പാപങ്ങളും, എല്ലാ അശുദ്ധികളും, എല്ലാ ജഡമോഹം, എല്ലാ കൺമോഹം, എല്ലാ ജീവിതത്തിന്റെ പ്രതാപം നിന്നെ വിട്ട് അവന്റെ കൺട്രോൾ പോകണമെങ്കിൽ നീ ദൈവത്തിന് കീഴടങ്ങണം. നമ്മുടെ ഹൃദയത്തിൽ വന്ന നമ്മൾ ഇടുന്ന ഡ്രസ് വരെയും നമ്മുടെ ഹൃദയം ഡിഫൈൻ ചെയ്യും. നീ എങ്ങനെയുള്ള ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വിഷയം ഇന്നത്തെ പിള്ളേർക്ക്. ഓക്കെ, ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ ഡ്രസ്സ് ഇടാറുണ്ട്. ജിമ്മിൽ പോകുന്നവർ ജിമ്മിലെ ഡ്രസ്സ് ഇടാറുണ്ട്, അതിൻ്റെ സൗകര്യാർത്ഥം. പക്ഷേ നമ്മൾ ഏത് ഡ്രസ്സ് വരെ ഇടണമെന്ന് നമ്മുടെ ഹൃദയം ഡിഫൈൻ ചെയ്യും. കാരണം ആ ഹൃദയത്തിൽ വന്ന രൂപാന്തരം അത് ഡിഫൈൻ ചെയ്യുന്നേ. ആ ഹൃദയം ദൈവത്തിന് കൊടുത്തതാ. നീ എങ്ങനെ ഡ്രസ്സ് ഇടണമെന്നും, എങ്ങനെ മേക്കപ്പ് ഇടണമെന്നും, എങ്ങനെ നിന്നെ തന്നെ കൊണ്ടു നടക്കണമെന്നും നിന്റെ അവനവന്റെ ഹൃദയം, യേശുവുള്ള ഹൃദയം ഡിഫൈൻ ചെയ്യും. മാന്യമായ വസ്ത്രധാരണം, അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സാരിയാകാം, ചുരിദാറാകാം, എനിക്കറിയത്തില്ല. മാന്യമായ വസ്ത്രധാരണം. ഞാൻ വിഷയം വിടുക. ഞാൻ ഇന്ന് ഈ പകൽ കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 4 റോങ് സറണ്ടറിനെ കുറിച്ച് പറയാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് പിശാച് കൊണ്ടതാണ്. പാർഷ്യൽ സറണ്ടർ will not be accepted by God anytime. നിന്റെ പകുതി സമർപ്പണം ദൈവം സ്വീകരിക്കത്തില്ല. നിന്നെ പകുതിക്ക് സമർപ്പിക്കുന്നത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. Partial surrender is a work of the enemy, deception of the enemy. പകുതി സമർപ്പണം. ഞാൻ വിഷയത്തിലേക്ക് വരിക. നമ്പർ വൺ റോങ് സറണ്ടർ 4 ഉണ്ട്. നമ്പർ 1 ഇത് പറയാതെ പോയാൽ പ്രശ്നമാകും. ഇത് പറയണം. പ്രൈസ് ദി ലോർഡ്. നമ്പർ 1 നെഗോഷിയേറ്റഡ് ഒബീഡിയൻസ്. എൻ്റെ മലയാളത്തിൽ എന്താ പറഞ്ഞേ? നെഗോഷിയേറ്റഡ് ഒബീഡിയൻസ് പറയുമ്പോൾ പരിപൂർണമായ അല്ല, ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. നെഗോഷിയേറ്റഡ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നെഗോഷിയേറ്റ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കിയാൽ മതി. വാട്ട് ഇസ് നെഗോഷിയേഷൻ? നിങ്ങളല്ല ഉറക്കെ പറയുന്നത്, ആരണ്ടൊക്കെ ഏതൊക്കെ പറയും. എൻ്റെ ചെവി കേൾക്കാത്തതാണോ അതോ നിങ്ങളുടെ? അതിന്റെ മറ്റൊരു മീനിങ് ആണ് മാറി. ഇത് മലയാളമാണ് നമുക്ക് വേണ്ട. ഇംഗ്ലീഷ് നമുക്ക് എത്ര പേര് വെള്ളം കിട്ടും. വിലപേശൽ എന്നൊക്കെയാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. വെൻ വി നെഗോഷിയേറ്റ് പ്രൈസിനാണ് വിലപേശുമ്പോഴാണ് അങ്ങനെ വിലപേശുന്ന. വിലയില്ല ഇവിടെ, വിലയല്ല പേശുന്നത്. ഇവിടെ അനുസരണത്തിന്റെ കാര്യമാണ് പേശുന്നത്. നമുക്കെന്നാ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളം വാക്ക് കിട്ടുന്നില്ല. ഇംഗ്ലീഷിലാണ് നമുക്ക് എത്ര വേണം കണ്ടുപിടിക്കാം. നെഗോഷിയേറ്റഡ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുസരണ വിഷയത്തിൽ പേശൽ നടത്തുക. എന്താ പേശൽ? അനുസരണം എന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം, ഞാൻ ഓക്കെ, ബട്ട് ഒരു ബട്ടുണ്ട്. ബട്ട് ഞാൻ നോക്കട്ടെ, അത് നടക്കുമെന്ന് നോക്കട്ടെ, അത് സംഭവിക്കുമെന്ന് നോക്കട്ടെ, ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് നോക്കട്ടെ, അത് ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടുവാണെങ്കിൽ ഞാൻ അനുസരിക്കാം. നെഗോഷിയേറ്റഡ് ഒബീഡിയൻസ്. നെഗോഷിയേറ്റഡ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ടാക്ടിക്കാണ്. അനുസരണത്തെ വിലപേശുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിലപേശുമ്പോഴാണ് നമ്മൾ സാറിന് എപ്പോഴും ഉപയോഗിച്ചൊരു വാക്ക് വിലപേശ് അത് മനസ്സിൽ കിടക്കുക. ഇവിടെ വിലയല്ല പേശുന്നത്, അനുസരണത്തിന്റെ വിഷയത്തെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ അനുസരണം ഞാൻ വരുത്താം, പക്ഷേ പൂർണ്ണ അനുസരണത്തിൽ വരാം, പക്ഷേ എനിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കണം, ഇന്ന കാര്യങ്ങൾ ഒന്ന് അറിയണം, ഇന്ന കാര്യങ്ങൾ അത് സംഭവിക്കണം, ഒന്നുകൂടെ നോക്കാം എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അങ്ങനെ ഒരു സമർപ്പണ രീതി ദൈവം സ്വീകരിക്കത്തില്ല. ഇന്ന് പലരും ഒബീഡിയൻസിന്റെ വിഷയത്തിൽ വരെ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. കണ്ണുമടച്ച്
എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ ബന്ധം എന്നെ വിട്ടുപോയാലും, എന്തൊക്കെ നന്മ അത് നിമിത്തം എനിക്ക് നഷ്ടപ്പെട്ടാലും, ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഒരു നെഗോഷിയേഷനോ ഡിമാൻഡും ഇല്ല. I fully completely submit to my God. ഒരു നെഗോഷിയേഷനും ഒരു ഡിമാൻഡും ഇല്ലാതെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ എടുക്കുന്ന ഈ തീരുമാനത്തിന്, എന്നെ ആരൊക്കെ വിട്ടുപോയാലും, ഞാൻ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ യേശുവിനെ അനുസരിക്കും. അവൻ പറഞ്ഞ വാക്കിന് ഞാൻ വിലപേശുകയില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പണം. സ്തോത്രം. അതെ, അല്ലല്ല, ഞാൻ അങ്ങനെയൊക്കെ സമർപ്പിക്കാൻ പോയാൽ അവരുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ആ ഫ്രണ്ട്സ് നഷ്ടപ്പെടും, പിന്നെ ഞാൻ ഒറ്റപ്പെടും. ചില ആൾക്കാർ പറഞ്ഞില്ലേ, നമ്മൾ ഒറ്റപ്പെട്ടു പോകും, അവരും എന്നോട് മിണ്ടത്തില്ല. എന്തൊക്കെ ചെറിയൊരു സഹകരണവും കമ്പനിയൊക്കെ ഉണ്ടല്ലേ മനുഷ്യരുമായി സഹകരിച്ചു വരക്കത്തുള്ളൂ. ഇങ്ങനെ പറയുന്നവരെ ദൈവത്തിന് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ദൈവത്തിന് വേണ്ടെന്നാണ്. Negotiated obedience would not be accepted by God any time. നിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ആയില്ലേ, എനിക്ക് അങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല, എന്റെ കാര്യം അങ്ങനെ നടക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോകും. ഇത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. ഞാൻ എടുത്തു പറയുക, ഉറപ്പായിട്ട് 100% ഉറപ്പിൽ നിന്നുകൊണ്ട് പറയാം, എന്തെങ്കിലും വായി വരുന്ന വിളിച്ചു പറയത്തല്ല. കർത്താവിന് വേണ്ടി ഉടമ്പടിയോടെ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലെ, നീ നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ദൈവത്തിന്റെ വാക്ക് പൂർണ്ണമായി അനുസരിക്കാൻ കഴിയാതെ നീ നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്ന ജീവിത ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഇന്ന് പകൽ സമർപ്പിച്ചോ, അതൊരു ട്രാപ്പാണ്. അയ്യോ, അത് അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? സ്തോത്രം. ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നാലും, ഒറ്റപ്പെടേണ്ടി വന്നാലും, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നാലും ഞാൻ അനുസരിക്കുന്നത് യേശുവിനെ ആയിരിക്കും. യേശുവിനെ അനുസരിക്കുന്നതിന്റെ പേരിൽ എനിക്ക് എന്ത് വന്നാലും, പണ്ടത്തെ അന്നമ്മമാവനെ പോലെ ഒറ്റ രാത്രിയിൽ കപ്പക്കാട്ടിൽ അന്തി ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ അവിടെയും കണ്ടുപിടിച്ചവളെ ഓടിച്ചു വിട്ട് കോഴഞ്ചേരി പാലത്തിന്റെ അടിത്തട്ടിൽ അന്തി ഉറങ്ങുമ്പോൾ ആ കർത്തദാസി, ശ്രേഷ്ഠ ദൈവദാസി ഇങ്ങനെ പാടി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെന്നു. പഴയ കോഴഞ്ചേരി പാലത്തിന്റെ അടിത്തട്ടിൽ കടികന്മാരെ പോലെ നോക്കിയിരിക്കുന്ന ഹാലലിയ സമൂഹ വിരുദ്ധരും കള്ളുകുടിയന്മാരുടെയും കണ്ണിൽ അവളെ പെടാതെ സൂക്ഷിച്ച രാത്രിയിൽ ദൈവോടെ നാവിൽ കൊടുത്ത പാട്ട, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ഈ മാർഗം വിശുദ്ധിയുടെയും വേർപാടിന്റെയും സത്യത്തിന്റെയും മാർഗമാണ്. ഇവിടെ വന്ന് വേഷം കെട്ടി കോംപ്രമൈസ് ചെയ്ത് ദൈവത്തെ അനുസരിക്കേണ്ട അനുസരണത്തെ നെഗോഷിയേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ജീവിച്ച ദൈവമിതേ, പിശാച് നിന്റെ ജീവിതത്തിന്മേൽ വലിയ ഹോൾഡാ ഒരുക്കിയിരിക്കുന്നത്. നീ വലിയൊരു വില നൽകേണ്ടി വരും. അവസാനത്തുള്ള ഇപ്പൊ അറിയത്തില്ല, ആമേ, പിശാച് വരുന്നത് അറിയത്തില്ല, പോകുമ്പോ അവർ ഇളക്കിക്കൊണ്ടേ പോകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വരുമ്പോ അറിയാം, പോകുമ്പോൾ അറിയത്തില്ല. പിശാച് വരുമ്പോ അറിയത്തില്ല, പോകുമ്പോ ഇളക്കി തകർത്തിട്ടേ പോകത്തുള്ളൂ. അന്നേരം പാസ്റ്ററെ പ്രാർത്ഥിക്കണേന്ന് വിളിച്ചാൽ പണി നടക്കത്തില്ല. നെഗോഷിയേറ്റഡ് ഒബീഡിയൻസ്, അത് പിശാചിന്റെ തന്ത്രമാണ്. 2, ഡിലൈഡ് സറണ്ടർ. ഇന്ന് വേണ്ട, അടുത്ത ആഴ്ച തൊട്ട് ഞാൻ സമർപ്പിക്കാം. കഴിഞ്ഞ പറഞ്ഞ ഡിലൈഡ് സറണ്ടർ എന്ന് പറഞ്ഞാൽ 31 വരട്ടെ, ഇനി ഡിസംബർ ആകാൻ എത്ര മാസങ്ങളുണ്ട്, ജനുവരി 1 തൊട്ട് ഞാൻ നല്ലൊരു പുതിയ മനുഷ്യനായിരിക്കും. എന്തുമാത്രം കള്ളത്തരങ്ങൾ മനുഷ്യൻ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കും. ജനുവരി പോയിട്ട് ജനുവരി 15 ആകുമ്പോഴത്തേനെ ആ തീരുമാനം തെറ്റിക്കും. ഡിലേഡ് സറണ്ടർ. ഇന്ന് പറ്റത്തില്ല, കാരണം ഇന്ന് ചില ഇടപാടുണ്ട്, ഈ ആഴ്ച ചില മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അടുത്ത ആഴ്ച ഉണ്ട്, അല്ല ഈ ആഴ്ച എനിക്ക് ചില ആൾക്കാരെ കാണാറുണ്ട്, പക്ഷേ ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തിരിക്കും, അടുത്ത ആഴ്ച കൊണ്ട് ഞാൻ സമർപ്പിക്കാം. ഇതാണ് ഡിലേഡ് സറണ്ടർ. ദൈവം അത് അംഗീകരിക്കത്തില്ല. ഇന്നാകുന്നു രക്ഷാ ദിവസം. ടുഡേ ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. അതാ ദൈവത്തിന്റെ വചനം. ഇന്ന് രക്ഷാ ദിവസം. ദിസ് ഈസ് ദ ടൈം. ടുഡേ ഈസ് ദ ടൈം. നാളെ നിനക്ക് അവകാശം പറയാൻ പറ്റത്തില്ല ദൈവവേദനെ, നാളെ നിന്റേതല്ല. സ്തോത്രം. നാളെ നീ ഒരുപക്ഷെ യാചിച്ചാലും
നിനക്ക് യാചിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ നീ ആണെങ്കിലോ, സ്തോത്രം, ഇന്ന് നീ ആരോഗ്യത്തോടിരിക്കുമ്പോൾ ഏറ്റുപറയാൻ അവസരം കിട്ടിയാൽ, സമർപ്പിക്കാൻ അവസരം കിട്ടിയാൽ, നാളെയാട്ടെ അടുത്ത ആഴ്ചയാട്ടെന്നല്ല, ഇന്ന് ഞാൻ എന്നെ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാ, ഇന്ന് ഞാൻ സമർപ്പിക്കാൻ തയ്യാറാ. ആമേൻ. നാളെ എനിക്കൊരു റിസപ്ഷൻ ഉണ്ട്, ഞാൻ പാപം ചെയ്തേക്കാം, ഞാൻ ആ റിസപ്ഷൻ വേണ്ടാന്ന് വെക്കും, ഇന്ന് ഞാൻ എന്നെ കൊടുക്കാൻ തയ്യാറാ. നാളെ പിശാച് എനിക്ക് ഒരുക്കുന്ന റിസപ്ഷൻ കഴിഞ്ഞ് എന്നെ അവൻ കൊല്ലുന്നതിനെക്കാട്ടും നല്ലത് യേശുവിനെ തന്നെ ഇന്ന് സമർപ്പിച്ച് എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഐ ഡോണ്ട് വാണ്ട് ഡിലേഡ് സറണ്ടർ. മൂന്നാമത്തെ, ഹല്ലേലൂയ, സെലക്റ്റീവ് സറണ്ടർ. താമസിച്ച് സമർപ്പിക്കുന്നതാണ് രണ്ടാമത്തെ സമർപ്പണം. മൂന്നാമത്തെ സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചില ഏരിയ മാത്രം ചിലത് സമർപ്പിക്കും. ചിലരുടെ കണ്ണ് സമർപ്പിക്കും, നാവ് സമർപ്പിക്കത്തില്ല. ചിലരുടെ നാവ് സമർപ്പിക്കും, ചെവി സമർപ്പിക്കത്തില്ല. ഇന്നോട്ട് ആവശ്യമില്ലാത്ത ഞാനൊന്നും കേൾക്കത്തില്ല, എന്റെ ചെവിയെ ഞാൻ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു തീരുമാനം. ഇന്നോട്ട് ആവശ്യമില്ലാത്ത ഞാൻ സംസാരിക്കുകയില്ല, ദൈവത്തിന്റെ സ്തുതിയെ പറഞ്ഞിരിക്കുന്ന നാവിനെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് ഇന്ന് മുതൽ, ഇന്നല്ല ഇന്ന് മുതൽ. കണ്ണ് ആവശ്യമില്ലാത്ത കാണത്തില്ല, എന്റെ കണ്ണിനെ ഞാൻ നിയന്ത്രിക്കും, എന്റെ കണ്ണിനെ, എന്റെ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ കൈകൾ, എന്റെ ചിന്താ മണ്ഡലങ്ങൾ, ജീവിതത്തിലെ മുഴുവൻ സമർപ്പിക്കാത്ത അവസ്ഥകൾ, ചില ഏരിയ മാത്രം സമർപ്പിക്കും, പകുതി സമർപ്പിക്കും. ദൈവം ഒരിക്കലും ഡിവൈഡർ ഹൗസിൽ വസിക്കുകയില്ല. ഡിവൈഡർ ഹൗസ്, വിഘടിച്ച വീട്ടിൽ ദൈവം പാർക്കത്തില്ല. രണ്ട് പക്ഷമുള്ള ശരീരത്തിൽ മനസ്സിൽ ദൈവം പാർക്കത്തില്ല. അവിടെ അശുദ്ധാത്മാവ് പാർക്കും. ദൈവം പാർക്കുന്നത് കർത്താവിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട ജീവിതത്തിൽ മാത്രമേ ദൈവം പാർക്കുകയുള്ളൂ. നിനക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, അവിടെ പോകുമ്പോൾ അങ്ങനെ, ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ, പല രീതിയിൽ വിഘടിച്ച് നടക്കുന്ന നിന്നിൽ ദൈവം വസിക്കത്തില്ല. പകുതി ദൈവത്തിന് പകുതി. ആരാണ്ട് പറഞ്ഞു 50-50, 50-50 ഇല്ലയോ? ആരാ പറഞ്ഞേ? ഏതോ ചെകുത്താൻ പറഞ്ഞു. ഞാൻ പാതി നീ പാതി. ആരാ പറഞ്ഞ? യേശു പറഞ്ഞോ? ഇല്ല. യേശു പറഞ്ഞല്ലെങ്കിൽ ഏതോ പൊട്ടം പറഞ്ഞു. അത് പറഞ്ഞോണ്ട് കേൾക്കുക, അങ്ങനെ ഇല്ലേ? ചില പറഞ്ഞിട്ട് വരും, ഇങ്ങനൊക്കെ ഇല്ലയോ? ഞാൻ പറഞ്ഞു ഇങ്ങനൊക്കെയാണെന്ന്. എങ്ങനെയൊക്കെ ഇല്ലയോ? അല്ല, ഞാൻ പാതി ദൈവം പാതി. ആര് പറഞ്ഞു? ആരോ പറഞ്ഞു. എന്തിനാ ഞാൻ വിശ്വസിക്കുന്നത്? അല്ലേ? ഹല്ലേലൂയ. നിന്റെ 50-50 പരിപാടി ചെലവാകത്തില്ല. വിഘടിച്ച നിന്റെ ജീവിതത്തിൽ പിശാച് വസിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ ജീവിതത്തിൽ കർത്താവ് അവരെ തന്റെ വിശുദ്ധ മന്ദിരമാക്കി തീർക്കും. വിശുദ്ധ മന്ദിരമാക്കി തീർക്കും. നാലാമത്തെ തെറ്റായ സമർപ്പണ രീതി, ഹല്ലേലൂയ, സ്തോത്രം, റിലീജിയസ് സറണ്ടർ ആണ്. മതപരമായ സമർപ്പണം, ഭക്തി കാണിക്കുന്ന സമർപ്പണം. ചിലർ, ഞാനിപ്പോ പറയാറുണ്ട്, ചിലരൊക്കെ വലിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. എക്കോസ്, വിറയൽ, ഇതൊന്നും കാണിച്ചാൽ, ശബ്ദം കാണിച്ചാൽ ഒന്നും അത് സമർപ്പണമാകത്തില്ല. ഒരു പെട്ടെന്നൊരു വലിയ തീവ്ര, ഇതൊക്കെ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഉള്ളൂ. എക്സൈറ്റ്മെന്റ് അല്ല വർഷിപ്പ്. എക്സൈറ്റ്മെന്റ്, ഇമോഷണൽ എക്സൈറ്റ്മെന്റ്, ചാട്ടവും മറിച്ചതും ഒന്നുമല്ല ആരാധന. നിന്റെ പ്രൈവറ്റ് ലൈഫിൽ, നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ എത്രമാത്രം ദൈവസ്നേഹിതാണ്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും സമർപ്പിക്കുന്നു, അതോ ആരാധന. ആൾക്കാരെ കാണുമ്പോൾ ചാടിട്ടും മറിഞ്ഞിട്ടും വിറപ്പിച്ചിട്ടും വാക്കുകൾ വരയോട് പറഞ്ഞിട്ടും കണ്ണുനീര് കാണിച്ചിട്ടും കാര്യമില്ല. കരയുന്നതല്ല, പ്രാർത്ഥിക്കുന്നതല്ല, പക്ഷെ അതൊരു പ്രകടനമായി പോലെ. സ്വോത്രം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കൈ ഉയർത്തൽ, ഒരു ശബ്ദം, ഒരു കോലാഹലം അല്ല. നിന്റെ പ്രൈവറ്റ് ലൈഫിൽ ദൈവസന്നിധിയിൽ പൊട്ടിപ്പകർന്ന ജീവിതം സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? അവിടെ ദൈവം പ്രസാദിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു സമർപ്പണവും ഒരു കീഴടങ്ങലും പരസ്യമായിട്ട് വേണ്ട. ഹല്ലേലൂയ. ഇവിടെ നാട്യവും പരിപാടിയൊന്നും വേണ്ട. നിന്റെ വ്യക്തി ജീവിതത്തിൽ ആമേൻ. നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വലിയ രണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നീ ആത്മീയനാകണമെന്നില്ല. രണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് ആകണമെന്നില്ല. രണ്ട് വലിയ പാട്ടുപാടി ഹല്ലേലൂയ ഒന്ന് തുള്ളി ചാടുമ്പോൾ ആൾക്കാർ പറയും, കണ്ടോ അവരെന്തോ ആരാധനയായിരുന്നു. അങ്ങനെ ആകണമെന്നില്ല. എന്നാൽ നിന്നെ വ്യക്തിപരമായി അറിയുന്ന വ്യക്തികൾ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. അവർ
അവരുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം എന്തുവാ? അവരുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം എന്തുവാ? സ്വത്രം 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 സ്വത്രം. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, നിന്നെ അറിയുന്ന വ്യക്തികൾ നിന്റെ വീട്ടിൽ തന്നെയുണ്ട്. നീ എങ്ങനെ ഇടപെടുന്നു, നീ എങ്ങനെ സംസാരിക്കുന്നു, നീ എങ്ങനെ ജീവിക്കുന്നു, നീ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന സാക്ഷ്യം പറയുന്നവർ നിന്റെ വീട്ടിൽ തന്നെ ഇല്ലേ? റിലീജിയസ് ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്ന വഞ്ചകാത്മാക്കളെ, ഹല്ലേലൂയ, പിശാച് വഞ്ചിക്കുന്ന ഒരു കൂട്ടരാണ്. പുറമെ വേഷമുണ്ട്, അകമയില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, യഥാർത്ഥ സറണ്ടറിന്, യഥാർത്ഥ സബ്മിഷന് അതിൻ്റെതായ ഫലങ്ങളുണ്ട്. ആ വിഷയം അടുത്ത ആഴ്ച ചിന്തിക്കാം. റിയൽ സബ്മിഷൻ നടക്കുമ്പോൾ, റിയൽ സറണ്ടർ നടക്കുമ്പോൾ അതിൻ്റെതായ ഫലം അതിനുണ്ട്. യഥാർത്ഥമായി നിന്റെ ജീവിതം സമർപ്പിച്ചാൽ കൽവരി ക്രൂശിൽ ആമേൻ ആമേൻ കയറുന്നതിന് മുമ്പ് ഗെത്സമന തോട്ടം എന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശു അവന്റെ വീർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന രക്തത്തുള്ളികൾ പോലെയാകും വിധം ഹല്ലേലൂയ കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് പിതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കുന്ന തന്റെ പുത്രനാണ് യഥാർത്ഥ സമർപ്പണത്തിന്റെ എക്സാമ്പിൾ. ഹല്ലേലൂയ, ആ ഉദാഹരണം. അങ്ങനെ സമർപ്പിച്ച യേശുവിനെ ബലപ്പെടുത്താൻ ദൂതനിറങ്ങി വന്നു. മോറിയ മല എന്ന സ്ഥലത്ത്, ഹല്ലേലൂയ, ആ മലകളിൽ ഒന്നിൽ ആമേൻ തന്റെ മകനെ യാഗം കഴിപ്പാൻ അബ്രഹാം വന്നു. സ്തോത്രം 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 സ്തോത്രം. നെഞ്ചു തകർന്ന അപ്പൻ ഹല്ലേലൂയ വിറക് ആമേൻ 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 നിരത്തി ഹോമയാഗ പീഠത്തിന്മേൽ വിറക് നിരത്തി വിറകിന്മേൽ മകനെ വെച്ച് കയറുകൊണ്ട് കെട്ടി അവനെ കഷ്ണം കുഷ്ണമാക്കി നുറുക്കാൻ ദൈവം പറഞ്ഞതുപോലെ കത്തി ഓങ്ങുന്ന സമയം വരെയും അബ്രഹാം ഒന്ന് മാത്രമേ വിശ്വസിച്ചുള്ളൂ. അവൻ വിശ്വസിച്ചത് വാഗ്ദത്തങ്ങളിലല്ല, വാഗ്ദത്തം ചെയ്ത ദൈവത്തിലാണ്. അവൻ അറിയാം, ഞാൻ ആരാധിക്കുന്ന ദൈവം എല്ലാത്തിനേക്കാൾ വലിയവനാണ്. ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു. Praise the Lord, praise the Lord, praise the Lord. വിശുദ്ധിയുടെ കാര്യം വരുമ്പോൾ, വേർപാടിന്റെ കാര്യം വരുമ്പോൾ, കാര്യത്തോട് ബന്ധപ്പെടുമ്പോൾ എന്റെ മോനെ എന്റെ മോളെ എന്ന് പറഞ്ഞ് നീ അഡ്ജസ്റ്റ്മെന്റിൽ പോകല്ല. അങ്ങനെ പറഞ്ഞാൽ നിനക്ക് നഷ്ടം സംഭവിക്കും. എന്റെ മോനായാലും എന്റെ മോളായാലും എന്റെ ദൈവത്തിന് അവർ ആരാധനയായിരിക്കണം എന്ന് അബ്രഹാമിനെ പോലെ ആമേൻ 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 മക്കളുടെ ജീവന് യേശുവിനെക്കാട്ടിലും പ്രാധാന്യം കൊടുക്കരുത്. എനിക്ക് വേണ്ടി ജീവനെ കളയുന്നവൻ അതിനെ നേടും. മക്കള് പറയുന്നത് കേട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പോയി ദൈവമില്ല ദേവനുമില്ല. അവസാനം ആ മക്കളും കൈവിട്ട് കുടുംബവും തകർന്നു. ഒരുപാട് മാതാപിതാക്കളുടെ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. മക്കളെ അധികാരത്തോടെ വചനം പറഞ്ഞ് മനസ്സിലാക്കി ദൈവസനെ വളർത്തണം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. തല്ല് കൊടുക്കേണ്ടതിനെ നല്ല വടിയെടുത്ത് നല്ല വേദനിപ്പിക്കുന്ന രീതി ചൂരവടി മാർക്കറ്റിൽ കിട്ടും. എന്നോട് പറഞ്ഞാൽ മതി, അളവും പ്രായവും അനുസരിച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം. നിങ്ങളുടെ മക്കളെ ഞാൻ അടിക്കത്തില്ല, ആത്മീയമായി ഞാൻ ശാസിക്കും. അടിക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നേക്കുന്ന തെറ്റുണ്ടെങ്കിൽ പിന്നെ കമ്പ് പിടിച്ച് വലിച്ച് തിരിച്ച് 2 അടി തരുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവന് ഞാൻ വേറെ ട്രീറ്റ്മെന്റ് കൊടുക്കാം. അമ്മ തല്ലുമ്പോൾ തിരിച്ചു തല്ലുന്ന ചില തലതെറിച്ച സന്തതികളുണ്ട്. അവരെ ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി. തെറ്റ് കാണിക്കുമ്പോൾ ശിക്ഷിക്കാൻ പേരൻസിന് അധികാരം ദൈവം കൊടുത്തേക്കുന്നേ. ഹല്ലേലൂയ. പിശാച് പ്രവർത്തിക്കുന്ന ഒരു ജനറേഷനായി മാറല്ലേ. അപ്പനെ അമ്മയും ബഹുമാനിക്കാൻ അങ്ങനെ പഠിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിനെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ, ആമേൻ. വേഷം കെട്ടുന്ന ആത്മീയതയുമായി നടക്കല്ല. മക്കൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, മക്കൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്.
നിങ്ങൾ എങ്ങനത്തെ വേഷം കെട്ടി ആത്മീയത നയിക്കുന്നതെന്ന് എന്തൊക്കെ കള്ളത്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പ്രായമായിക്കൊണ്ടിരിക്കുന്ന മക്കൾ നോക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. നിന്റെ അഡ്ജസ്റ്റ്മെന്റും പരിപാടിയെല്ലാം മക്കൾക്ക് നന്നായിട്ട് അറിയാം. 2 വയസ്സും 3 വയസ്സുള്ള കൊച്ചിനറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിന്റെ വേഷം കെട്ടെല്ലാം അറിഞ്ഞ് ആമേ അപ്പനെ അമ്മയും കണ്ടു വളർന്ന തലമുറയാ വീട്ടിലുള്ളത്. സ്വത്രം സ്വത്രം. അവര് കൗമാരപ്രായത്തിൽ എത്തുമ്പോൾ വലിയ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, പ്രതീക്ഷിക്കേണ്ട. അവരെ നശിപ്പിക്കുന്നതിന്റെ കാരണം നിന്റെ വീടായിരിക്കും. ആരാധനയ്ക്ക് സമയത്ത് വരത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, വെളിയിലോട്ടൊക്കെ ഇറങ്ങി എന്നാ ബഹളവും ചാട്ടവും മറിച്ചില്ല, വായി തുറക്കത്തില്ല, കൈ എടുക്കത്തില്ല, തോന്നിയതുപോലെ ഇരിക്കും, കള്ളത്തരം പറയാൻ പഠിക്കും. എഴുന്നേറ്റ് നിന്നും ദൈവസന്നിധിയിലാണെങ്കിൽ പോലും കള്ളത്തരം പറയുന്നതിനൊരു നാണവുമില്ല. സ്തോത്രം. ഇങ്ങനെയുള്ള തലമുറകളൊക്കെ അവരെ കണ്ടുപഠിക്കുക. അവരും പഠിക്കുന്നതും അവരും ആരാധിക്കുന്ന ഏതോ കള്ളത്തരമൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ദൈവത്തെയാ. ദൈവം ഒന്ന് വേഷം കെട്ടുന്ന എന്തോ നീ പറയുന്ന കള്ളങ്ങളും ചതിവുകളും എല്ലാം കണ്ടും കേട്ടുപിടിക്കുന്ന തലമുറയുണ്ട്. ശ്രദ്ധിക്കണം. നിന്റെ ആത്മീക പ്രകടനങ്ങൾ ദൈവത്തിലെ നമ്മുടെ ആത്മീക പ്രകടനങ്ങൾ ദൈവം അംഗീകരിക്കത്തില്ല. നമ്മുടെ ജനറേഷൻ ദൈവത്തിന്റെ പദ്ധതിയുള്ള ജനറേഷനാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. നമുക്കവരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നമുക്കവരെ നഷ്ടപ്പെട്ടു കൂടാ. നമുക്കവരെ കൈവിട്ടുകൂടാ. പിശാചിന് അവരെ നിയന്ത്രിക്കാൻ ഇനി പറ്റുകയില്ല. സാത്താന്റെ എല്ലാ കൺട്രോളുകളും നിന്റെ തലമുറയിൽ നിന്ന് ആമേൻ ഒഴിഞ്ഞു പോകട്ടെ. സാത്താന്റെ എല്ലാ കൺട്രോളുകളും നിന്റെ തലമുറയിൽ നിന്ന് be loosened in the name of Jesus. അഴിഞ്ഞു പോകട്ടെ. ഒരു കെട്ടഴിഞ്ഞു പോകുന്ന പോലെ, വരിഞ്ഞു മുറുക്കിയ ഒരു കെട്ടഴിഞ്ഞു പോകുന്ന പോലെ നിന്റെ തലമുറയിൽ കിടക്കുന്ന, നിന്റെ മേൽ കിടക്കുന്ന പിശാചിന്റെ എല്ലാ ദുഷ്ട ആത്മാവിന്റെ നിയന്ത്രണങ്ങൾ നിന്റെ തലമുറയുടെ ബുദ്ധിയിൽ നിന്ന്, മനസ്സിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ. ഒരു പാമ്പ് ആമെ കെട്ടഴിഞ്ഞ് അഴിഞ്ഞു പോകുന്ന പോലെ ഇന്ന് പകൽക്കാലം നിന്റെ ബുദ്ധിയിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ എല്ലാ ഡിമോണിക് കൺട്രോളുകളും പൊട്ടി അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാം. കുഞ്ഞുങ്ങളെ, ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ യങ്സ്റ്റേഴ്സ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ, ഒരുപക്ഷെ രണ്ടാമതൊരു വ്യക്തിയോട് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, നിങ്ങൾക്കൊരു വിടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വന്ന് പറയാം. എന്നെ ഈ വിഷയത്തിൽ പേഴ്സണലായിട്ട് എനിക്കൊരു സഹായം വേണം, ശുശ്രൂഷിക്കണം, എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, ഇന്ന സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ട്, ഇന്നൊരു കെടി എനിക്കെതിരെ ഒരുങ്ങുന്നുണ്ട്, ഇന്നൊരു ബന്ധം എനിക്കുണ്ട്, എനിക്ക് വിടുതൽ വേണം. നീ ആവശ്യപ്പെട്ടാലേ നടക്കത്തുള്ളൂ. ഇന്ന് ഞാൻ കർത്തൃമേശയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒറ്റ പ്രാവശ്യം കൂടെ പറയുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ മെസ്സേജ് നടക്കുന്നത് നാളെ പിശാചൊരുക്കുന്ന കെണിക്ക് എതിരെയുള്ള ഒരു ദൈവത്തിന്റെ ആയുധമാണ്. സാത്താൻ നിന്നെ തകർക്കാൻ ഒരുക്കുന്ന രഹസ്യ ആയുധശാലയ്ക്ക് ഇന്ന് ഈ മെസ്സേജ് നീ ഏറ്റെടുക്കുമ്പോൾ തീ കത്തിച്ച് ദൈവത്തെ നശിപ്പിക്കും. പിശാചിന്റെ രഹസ്യായുധങ്ങൾ ഇന്ന് പകൽ പാഴാകുന്ന ഒരു പകലാകും. അവന്റെ തന്ത്രങ്ങളും പദ്ധതികളും ക്യാൻസലാകുന്ന ഒരു ദിവസമായി തീരട്ടെ. നിനക്കും നിന്റെ തലമുറയ്ക്കുമെതിരെ വാളയന്തി ആയുധമേന്തി നിൽക്കുന്ന എല്ലാ ഡിമോണിക് പർപ്പസുകളെയും പ്ലാനുകളെയും ഈ പ്രാർത്ഥനാ മുറിയിൽ ക്യാൻസൽ ചെയ്യാൻ ദൈവസഭയ്ക്ക് അധികാരം തന്നിരിക്കുമ്പോ ഇന്ന് പകൽ മെസ്സേജ് എന്നോട് ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്ന് ഞാൻ എന്നെ സമർപ്പിക്കുന്നതല്ല, ഇന്ന് മുതൽ എന്റെ ജീവിതം ഡിഫറന്റ് ആയിരിക്കും. ദൈവസന്നിധിയിൽ എന്നെ താഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഞാൻ വെറും താഴ്ത്തുകയല്ല, സ്തോത്രം പറയുകയല്ല, ക്ഷമിക്കണമെന്ന് പറയുക മാത്രമല്ല, ഞാൻ ഇന്ന് മുതൽ യേശുവിന് കീഴ്വണങ്ങുന്നു, യേശുവിന് എന്നെ സമർപ്പിക്കുന്നു. I submit all of me and my life. I want to surrender to God. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അവിടെ ഇരുന്നാൽ മതി. കർത്തൃമേശ ഞാൻ വളരെ ലഘൂകരിച്ച് ചെയ്യുകയാണ്. എല്ലാവരും കരങ്ങൾ ഹല്ലേലൂയ ഉയർത്തി ദൈവസന്നിധിയിൽ
കർത്താവിനോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാസ്റ്റർ ജോൺ വർഗീസിന്റെ മെസ്സേജിന് കീഴടങ്ങണം നല്ല ദൈവം പറഞ്ഞേക്കുന്നേ. പാസ്റ്റർ ജോൺ വർഗീസിന്റെ മെസ്സേജ് കേട്ട് ദൈവത്തിന് കീഴടങ്ങണം. കണ്ണുകളെല്ലാവരും അടച്ച 10 മിനിറ്റ് സഭായോഗം തീരും. ഞാൻ പറഞ്ഞ എക്സ്ട്രാ ടൈം സോറി. കണ്ണുകളെല്ലാവരും അടച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സമർപ്പിക്കേണ്ടത് ദൈവത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞാട്ടെ. കമോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇതൊരു വലിയ ദൈവപ്രവൃത്തി നടക്കുന്ന പകല. ഒരു 2 മിനിറ്റ് ഞാൻ തരികയാണ്. ചില പൈശാചിയെ കെട്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സാത്താന്യെ കെട്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ അലറാനൊന്നും ഞാനിവിടെ ഇല്ല. പക്ഷെ അധികാരമുള്ള പുരുഷനായി അധികാരത്തോടെ ഞാൻ പറയുന്നത് ചില പൈശാചിയെ കെട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. അടിക്കെട്ടുകൾ അഴിയുന്നു. അടിക്കെട്ടുകൾ അഴിയുന്നു. നീ സമർപ്പിച്ചാൽ മാത്രമേ വിടുതലുള്ളൂ. നീ കീഴടങ്ങിയാൽ മാത്രമേ വിടുതൽ. ആർക്ക് കീഴടങ്ങണം? യേശുവിനെ കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുവിൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. അങ്ങോട്ട് നോക്കല്ലേ, നിങ്ങളുടെ ശ്രദ്ധ പോകല്ലേ. കമോൺ കമോൺ എല്ലാവരും. എന്ന് പറഞ്ഞാൽ നിനക്ക് വിടുതൽ വേണമെന്നുണ്ട്. ശക്തമായി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ. ശക്തമായി പ്രാർത്ഥിക്കുക. ചില കടുംകെട്ടുകൾ അഴിയട്ടെ. ചില കടുംകെട്ടുകൾ അഴിയട്ടെ. ചില പ്രലോഭന ശക്തികൾ, ചില വശീകരണ ശക്തികൾ, ചില ഹാബിച്വൽ സിൻസ്, ചില അഡിക്ഷൻസ് വിട്ടുപോകട്ടെ. പാപക്കെട്ട്, രക്തത്തിനകത്ത് കലർന്നിരിക്കുന്ന ചില മന്ത്രവാദത്തിന്റെ, പാപത്തിന്റെ, ശാപത്തിന്റെ ശക്തമായി പ്രാർത്ഥി. ഇതുപോലെ ശക്തമായി പ്രാർത്ഥി. Everyone, നിന്റെ restoration day on, deliverance day on, everyone. Come on, pray. In the name of Jesus, pray. Everyone. Come on. ശക്തമായി. ഇത് പോരാ. One more minute. യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതലുകൾ നടക്കുന്നു. ചങ്ങലകൾ പൊട്ടുന്നത് എനിക്ക് കേൾക്കാം. ചില കെട്ടുകൾ അടിയുന്ന എനിക്ക് കേൾക്കാം. ചുറ്റിയ പാമ്പ്, വരിഞ്ഞു മുറുക്കി ചുറ്റിയ പാമ്പ്. അതിന്റെ വിഷപ്പല്ലികൾ അമർന്നിരുന്ന സ്ഥലത്തു നിന്നും ദൈവത്തിന്റെ കരം അതിന്റെ വിഷപ്പല്ലികളെ എടുത്തു കളഞ്ഞ് ആ പാമ്പ് നിന്റെ മേൽ അഴിഞ്ഞു പോകുന്നത്. ചില കെട്ടുകൾ അഴിയുക. ചില ഭയശക്തികൾ അഴിയുക. ചില ഭയശക്തികൾ അഴിയും. സമർപ്പിച്ച വിടുതൽ, സമർപ്പിച്ച അഭിഷേകം, സമർപ്പിച്ച വിടുതൽ, സമർപ്പിച്ച പുതിയ തലത്തിലേക്ക് ദൈവത്തിനെ കൊണ്ടുപോകും. സമർപ്പിച്ചാൽ ആഴമായ അനുഭവത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകും. സമർപ്പിച്ചാൽ ഇന്ന് വന്ന് ആരാഴ്ച പോലെ അടുത്ത പ്രാവശ്യം ആരാധിക്കുന്നത്. സമർപ്പിച്ചാൽ അതിന്റെ അനന്തതയും തീവ്രതയും സമർപ്പിച്ചാൽ അതിന്റെ നാളുകൾ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യും. നിന്റെ വായ ദൈവം നിറയ്ക്കും. സമർപ്പിച്ചാൽ നീ ദർശനങ്ങൾ കാണും. സമർപ്പിച്ചാൽ നീ വെളിപ്പാട് കാണും. സമർപ്പിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാക്കൾ ഇളകി ഓടും. കർത്താവേ, സഭയായി വ്യക്തികളായി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കളും അവരെല്ലാവരും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു ആരംഭമാക്കി ഈ സമർപ്പണ സെഷനെ മാറ്റണമേ. We are submitting and surrendering not just for today, but from today till our last breath. കർത്താവേ, ഇന്നു മുതൽ ഞങ്ങളുടെ ജീവന്റെ അവസാനത്തോളം ഞങ്ങളെ സമർപ്പിക്കുന്നു.